കാര്യം ഇവിടെ എന്താ സംഭവം, ആ ചേച്ചി ടീച്ചറിൻ്റെ മകൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, അവൾക്ക് MSCയുടെ സെക്കൻഡ് സെം ഫെയിലാണ്. അതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നുമില്ല. ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സെക്കൻഡ് സെമ്മിൻ്റെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെട്ടില്ലേ വിയന്ന കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അല്ലേ ഉള്ളൂ, അയച്ചു കൊടുത്തേക്കാം, പക്ഷെ അതുകൂടി അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമുക്ക് ഇനിയൊന്നും മോഹിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, നീ PSC പഠിക്കാൻ പറഞ്ഞു. ടീച്ചർ മോൾക്ക് കൊടുത്ത ഉപദേശം നീ PSC പഠിക്കാൻ പറഞ്ഞു. എന്നുവെച്ചാൽ PSC പഠിച്ച് ജോലി വാങ്ങിക്കുക, നാട്ടിലെവിടെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞു. അതായത് വെച്ചാൽ അവരുടെ ഫയൽ മൊത്തം അവർ ക്ലോസ് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അത് ടീച്ചറിൻ്റെ ഉപദേശമാണ്. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നം, നിങ്ങൾ എന്ത് ഉപദേശം കൊടുത്താലും നീ നടക്കേണ്ട വഴി സങ്കീർത്തനം 32:8 വാഗ്ദാനമല്ലേ, അത് വാഗ്ദാനമാണല്ലോ. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. ആരാണ്? നിൻ്റെ കൂടെയുള്ള നിൻ്റെ ദൈവം. അപ്പോൾ ഉപദേശം വന്നിരിക്കണത് എന്താ? ഉപദേശം വന്നത് പെട്ടെന്ന് ഇൻ്റർവ്യൂ റെഡിയാകാനാണ്. ഈ തോറ്റ സർട്ടിഫിക്കറ്റ് ചെന്നപ്പോഴേ, തോറ്റ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താ, സെക്കൻഡ് സെമ്മിൻ്റെ MSc തോറ്റ സർട്ടിഫിക്കറ്റ് ചെല്ലുമ്പോഴേ യൂണിവേഴ്സിറ്റി റെസ്പോൺസ് എന്താണ്, വേഗം ഇൻ്റർവ്യൂ റെഡിയാകാൻ. അപ്പോൾ ഇവർക്ക് പേടിയായി. കാര്യം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജയിച്ചാലും പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോബ്ലം വരുമല്ലോ, മെറിറ്റ് പ്രോബ്ലം അല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയത്തില്ലേ, നോട്ട് ബൈ മെറിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും അച്ഛൻ പറയണമെന്ന് ഓർക്കും. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ട്. Ephesians 2:8 ഒന്ന് വായിച്ചു കിടക്കുക. ശ്രുതി, അതാണ് ഇതിൻ്റെ ആണി വചനം എന്ന് പറയുന്നത്, ഉടമ്പടിയുടെ ഒരു വചനം. എല്ലാപ്പോഴും പറയുന്നത് ശ്രുതികട്ടെ Ephesians 2:8 വിശ്വാസം വഴി എന്ന് പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പം നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മെറിറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? യോഗ്യത നമ്മൾ നേടിയെടുക്കുന്നത് ആണ് മെറിറ്റ് എന്ന് പറയണത്. നിങ്ങൾ നേടിയെടുക്കാത്തതാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, വർക്ക് ചെയ്യത്തില്ലെന്നല്ല, ഉടമ്പടിയിൽ വർക്ക് ചെയ്യും. എന്താ കാര്യം? ദാനമാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഫെയിൽഡല്ലേ, MSc സെക്കൻഡ് സെം ഫെയിലല്ലേ ഫിസിക്സ്. ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ മെറിറ്റ് ഇല്ലല്ലോ, യോഗ്യതയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇവരെ കോൾ ഫോർ ചെയ്യണത്? ഇൻ്റർവ്യൂ റെഡിയാകാൻ. പെട്ടെന്ന് ഇവർ ഇൻ്റർവ്യൂ റെഡിയാവും. ഇൻ്റർവ്യൂവിന് റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കണം? ഒരു അമേരിക്കക്കാരൻ ഒരു റഷ്യക്കാരനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. ഇവർ ഇയർഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട്, കാര്യം അവർ പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അവർ പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. അപ്പോൾ ഇവിടെ ഇയർഫോണൊക്കെ വെച്ച് മാതാവിനൊക്കെ വിളിച്ച് ഉടമ്പടി തൈലമൊക്കെ നെറ്റൊക്കെ തെറ്റി. നമ്മൾ ഈ ഉടമ്പടി തൈലം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിക്കണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓപ്പറേഷൻ അല്ല ഞാൻ പറയണത്. ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അശക്തരാണ്. ദൈവമേ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്, നിൻ്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ ഈ മാനുഷികമായ പാവപ്പെട്ട ഉപകരണം, പാവപ്പെട്ട ബുദ്ധി, പാവപ്പെട്ട ഓർമ്മ, പാവപ്പെട്ട കഴിവുകേട്, എൻ്റെ കഴിവുകേടുകൾ അവിടെയെല്ലാം നിൻ്റെ മെറിറ്റ്, നിൻ്റെ ദാനം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി തൈലം തേക്കണത്. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആക്ടിവേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അനുഭവം ഉണ്ടാകത്തില്ല. അറിവാണല്ലോ അനുഭവം. അറിവില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഒത്തിരി കാര്യം അറിയാനുണ്ട് മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലേ വരണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ധ്യാനം പഴയതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയണത്. കാര്യം പണ്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ ദൈവം പിന്നീട് ധ്യാനത്തിൽ പറയത്തില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടാവും വചനത്തെക്കുറിച്ച്, അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്ന് കർത്താവ് ക്രമീകരിക്കണം. അല്ല ഞാൻ തപ്പിക്കളിക്കണം ചില സമയത്തൊക്കെ. എനിക്ക് കിട്ടണ കർത്താവ് തന്നെ വചനം ചില സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അങ്ങനെ വചനം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തില്ല. അപ്പോൾ അതെന്നെ സമയത്ത് അത് വരവായിരുന്നെങ്കിൽ ഞാനത് പഠിച്ച് പറഞ്ഞനല്ലോ. അങ്ങനെ പഠിച്ച് പറയണ അല്ലല്ലോ ഉടമ്പടി ധ്യാനം എന്ന് പറയണത്. ഉടമ്പടി ധ്യാനം ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ അല്ലേ ഉടമ്പടി ധ്യാനം കൂടണത്. അപ്പോൾ അവരുടെയൊക്കെ 3000 ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളാണല്ലോ ഉടമ്പടിയിൽ ദൈവം കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെങ്കിൽ നിങ്ങൾ 2000 പേർക്ക് വേണ്ടിയല്ല സംസാരിക്കണത്.
ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം ഓൺലൈനിലല്ല പങ്കെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കണ എല്ലാവർക്കും വേണ്ടിയും അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം ദൈവം ഇൻട്രാക്ട് ചെയ്യും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം യേശുക്രിസ്തുവിൽ അതേയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ 8582 വാഗ്ദാനങ്ങളെല്ലാം കൂടി കാച്ചിക്കുറുക്കി സിംഗിൾ ആപ്പായിട്ട് ദൈവം നൽകുന്ന രക്ഷയുടെ നാമമാണ് ദ ജീസസ് ക്രൈസ്റ്റ്. തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഓരോരുത്തർ ലൈനിൽ വന്നിട്ട് വീഡിയോ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ടിസൻ്റെ മോള്, അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലാണല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടെ എന്തെല്ലാം കസത്ത് കാണിച്ചാലും എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അംബിക സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ മേഘങ്ങളും കാറ്റുകൊണ്ട് തൂത്തെറിയും. പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണെങ്കിൽ നിൻ്റെ സംശയങ്ങൾ ഒരു മേഘമാണ്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ക്ലെയിം ആൻഡ് ക്ലാമർ ഫോർ ദി ഹോളി സ്പിരിറ്റ്? എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി കരയണത്? കാര്യം ഇതുപോലെയുള്ള സംശയമേഘങ്ങൾ ഒത്തില്ലേ എന്നാ ചെയ്യും? എൻ്റെ ജീവിതം കട്ടപ്പുകയാകുക, ഗതികേട്ടാകുക. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ബലഹീനമാക്കുന്ന കുറേ സാങ്കല്പികമായിട്ടുള്ള ആശങ്കകളുണ്ട്. സാങ്കല്പിക ആശങ്കകൾ. ഈ സാങ്കല്പിക ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ മേഘങ്ങളെ തൂത്തെറിയണത് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. പല ആൾക്കാർക്ക് ഉടമ്പടി മാതാവാണെന്നാണ് പൊതുവെ ചിന്തയിലാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. മാതാവ് ഇതിൻ്റെ ശക്തയായ പ്രവക്താവും മധ്യസ്ഥയുമാണ്. ഈ ശുശ്രൂഷ അല്ല, വേറെയും ശുശ്രൂഷ ഒത്തിരി ഉണ്ട്. മാതാവ് എന്നെ കുറേ മിഷനുണ്ട്, സാമൂഹ്യമുണ്ട്. അതിലെ ഈ വിഴിഞ്ഞൻ സമരത്തിലൊക്കെ നിൽക്കണതിൻ്റെ കാര്യം പണ്ട് 32 കൊല്ലം മുമ്പ് കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, വ്യക്തികളുടെ ജീവിത നവീകരണത്തിന് ഊന്നിയ കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്ന 92 രജിസ്റ്റർ ചെയ്തിരിക്കുക ഗവൺമെൻറ്റിൽ. അപ്പോഴും വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, അത് ഉടമ്പടിയും അതുപോലെയുള്ള ശുശ്രൂഷയുണ്ട്. പിന്നെന്താ, സാമൂഹ്യക്ഷേമമുണ്ട്, അവകാശ പോരാട്ടങ്ങളുണ്ട്. മാനവികത എവിടെയെങ്കിലും വിറങ്ങലിക്കുകയോ അൺജസ്റ്റ് അഗ്രസീവ്സ് ആയിട്ടുള്ള ആൾക്കാർ മനുഷ്യത്വത്തെ ചതക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഈ കാലങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ സ്വരമുയർത്തും. ചിലപ്പോൾ പ്രതിരോധിക്കും, ചിലപ്പോൾ കളക്ടറേറ്റ് തന്നെ ചിലപ്പോൾ വളഞ്ഞിടുന്ന വരും. അത് സഭ ഒരു സാമൂഹ്യവും ആയ യാഥാർത്ഥ്യം കൂടിയാണ്. ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണുനീരാണെന്ന് 50 കൊല്ലം എഴുതി വെച്ചിരിക്കുകയാണ് വത്തിക്കാൻ സുനദോസിൻ്റെ ഡിക്രിയിൽ. അതാണ് വത്തിക്കാൻ ഡിക്രി, ഗ്ലൗദിയം സ്പെസ്, സഭ ആധുനിക ലോകത്തിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫിൽ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണീരാണ്, അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്. അത് തുടച്ച് മാറ്റപ്പെടും. അതല്ലേ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പ് കുരിശ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ കഴുത്തിലണിയണത് കുരിശാണ്. ഈ കുരിശ് കിടക്കുന്നവൻ്റെ പേര് ക്രിസ്തു എന്നാണ്. അവൻ ലോകത്തിന് വേണ്ടി ആഹൂതി ചെയ്തിട്ടാണ് രക്ഷ വന്നതെങ്കിൽ ഞങ്ങൾക്കും ആഹൂതി ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കുരിശ് ഉയർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഒരു ആധ്യാത്മികതയെ മാത്രമെന്ന് നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉപയോഗിച്ച് ദൈവത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയുള്ള അയ്യോപാപി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവമായിട്ട് അടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം? നിങ്ങൾ പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി വിശക്കും. പൂർണ്ണത്തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതാണ്. അവൻ പറയണത് പോലെ ചെയ്യണത്, ഉടമ്പടിയിലൂടെ വരണത് ഈ സമരവും അവകാശ പോരാട്ടവും പരിസ്ഥിതിക്കെതിരെയുള്ള സഖ്യപ്രവർത്തനം മുഴുവൻ പൊട്ടിച്ചിട്ടല്ലേ ഈ സാധനം ചെയ്യണത്. 1 കോടി കല്ലുകൾ വേണം, 1 കോടി ടൺ കല്ലുകൾ വേണം ഈ വിഴിഞ്ഞം തുറമുഖം ചെയ്യാൻ. വെറും 6 ലക്ഷമേ ഇപ്പോൾ ആയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 800 ടൺ വെള്ളത്തിൽ പോയി. ഇനി സഖ്യപ്രവർത്തകർ 2-3 മല എടുത്തു കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ മാത്രമേ
അപ്പോൾ അതിൻ്റെ മലയും പോകും, അതുകൊണ്ട് വർഷകാലവും പോകും, കാടും പോകും, കേരളം മുഴുവനും സഹാറ മരുഭൂമിയായി പോകും. ഇപ്പം ഇതിനു വേണ്ടിയാണ് സമരം നടക്കണത്. ഇപ്പോഴ് സമരം ഇങ്ങനെ തീരത്തില്ല. സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നവും ലോകത്തിൻ്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഇന്ത്യൻ വെർഷനാണ് വിഴിഞ്ഞം. ഇതൊരു വിഷയമാണ്. ഇതിനു വേണ്ടി നിങ്ങളെ ശബ്ദമുയർത്തുകയോ സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണ തോതിലുള്ള സുവിശേഷ പ്രഘോഷകരോ സുവിശേഷ നടപ്പിൽ വരുത്തുന്ന ഉടമ്പടി പടയാളികളോ ആയി മാറണത്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഓസ്ട്രിയക്കാരൻ എല്ലാവരും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി പറയുന്ന സത്യമുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതായത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഫോണറ്റിസം അല്ലേ, അവരുടെ പ്രൊണൗൺസിയേഷൻസ് അല്ലേ, ഡിക്റ്റംസ്, ആക്സൻ്റൊക്കെ അവരുടേതല്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ മലയാളം, ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളമല്ലേ നമ്മൾ ബേസിക്കായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇവർ പറയണത് ആ സമയത്ത് ഇത്രയും ഈ വീഡിയോ കോൺഫറൻസിൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ അഭിഷേകമായി. നോട്ട് ദ പോയിൻറ്റ്, ഇതാണ് വിഷയം. ഇവിടെ അമ്മയും പണ്ട് പറഞ്ഞതാ അത് തന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ ഡിപ്രഷനായിപ്പോയി. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്ന്. ആ വാക്ക് തന്നെ ഇപ്പോൾ ഈ അവരുടെ മകളും പറയണത് എന്താണ്, ഈ റഷ്യക്കാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് നടത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്, പക്ഷേ എനിക്ക് ഇന്ന് വരെ കിട്ടാത്തൊരു ധൈര്യം എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഫലം. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? റീഡ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കണതേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഞാൻ വാഗ്ദാനം തന്നിട്ടില്ലേ? എന്താണ്? നീ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരയായിരിക്കുക, നീ ഭയപ്പെടേണ്ടെന്ന. എന്താ കാര്യം? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയണത്. നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓവർ ബോധഡ് ആകരുത്. അനുഗ്രഹത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ ആശങ്കപ്പെടരുത്. ഉടമ്പടി ഏറ്റവും വലിയ അനുഗ്രഹം ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും നിങ്ങൾ മിനിമം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയും. കാര്യം ജോഷുവയോട് ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ കൂടെയുള്ളവരാരാണ്? നമ്മുടെ കൂടെയുള്ളവരാരാണ്? മോസസിനോട് ആദ്യം ഉടമ്പടി ചെയ്യുന്നത് മോസസിനെ കാണാൻ വേണ്ടി ദൈവം വരുമ്പോൾ ആദ്യം മോസസിനോട് പറയണത് എന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അല്ലേ? അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളും പരിശുദ്ധമായിരിക്കേണ്ട ഒരു അവസ്ഥ വരണത്. നമ്മൾ പരിശുദ്ധമായിരിക്കേണ്ട അവസ്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധിക്ക് സമയ ഷോർട്ടണിങ് നടത്താനുള്ള ഒരു കഴിവുണ്ട്. സമയച്ചുരുക്കം വരുത്താനുള്ള കഴിവ് നിങ്ങളുടെ വിശുദ്ധിക്കുണ്ട്. ആരെല്ലാം ബൈബിളിൽ വിശുദ്ധീകരിച്ചുണ്ടോ അവർക്കെല്ലാം സമയ ഷോർട്ടണിങ് സംഭവിച്ചിട്ടുണ്ട്. സക്കേബൂസ് വിശുദ്ധീകരിച്ച് തന്നെ ചെയ്ത അനീതി ഏറ്റുപറഞ്ഞു, അതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു, തന്നെ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ടുഡേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ
അത് സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. സമയച്ചുരുക്കവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ സമയം ചുരുങ്ങണില്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ആന്തരികമായിട്ട് ഒരു ശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ വിശുദ്ധ നിലവാരം എങ്ങനെയുണ്ട്? വാക്ക്, പ്രവൃത്തി, വിചാരങ്ങൾ, പിന്നെ സമർപ്പണ രീതികൾ എവിടെയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും വിശുദ്ധി കൊണ്ട് ദൈവത്തെ വിലക്ക് വാങ്ങിക്കാമോ എന്നല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു പ്രീ റിക്വസിസ്റ്റാണത്, ഒരു അതാണ് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ കുറ്റമറ്റവനായിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. പിന്നെന്താണ്? അത് 17:1 ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വചനമാണ്. ഉൽപ്പത്തി 17:1 റീഡിറ്റ്. ശ്രുതികട്ടെ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവകാശമായി കിട്ടിയവർക്ക് എന്താ ചെയ്യേണ്ടത്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. രണ്ടാമത്തേത് എന്താണ്? കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവളായിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു കുറ്റം കാണരുത്. കർത്താവ് കുറ്റം വിധിക്കാത്തവനാണ് ഭാഗ്യവാൻ. നിങ്ങളെ കുറ്റം വിധിക്കാത്തതല്ല പ്രശ്നം. കർത്താവ് കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മൾ നിൻ്റെ സഹോദരന് നിന്നോട് ഒരു കെറിവ്, ദേഷ്യം ഉണ്ടെന്ന് നീ കണ്ടാൽ, കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയി അവനോട് പോയി അനുരഞ്ജനപ്പെടാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യം? നിൻ്റെ മുമ്പിൽ കുറ്റമില്ലല്ലോ. നിൻ്റെ മുമ്പിൽ നോക്കിയാൽ കുറ്റമില്ലത്. എന്താ കാര്യം? അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, അയാളല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് ഞാനെന്തിനാ ചെയ്യാനാണ്? പക്ഷേ കർത്താവ് പറയണത് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണമെന്നാണ് ഭാഗ്യവാൻ. നിൻ്റെ മുമ്പിൽ നീ ചിലപ്പോൾ കുറ്റമറ്റ ആളായിരിക്കും, നീ ചെയ്യുന്ന തെറ്റില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണം നിർബന്ധമില്ല. കർത്താവ് കുറ്റം വിധിക്കാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. റീഡിറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 4:8. റോമ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പം നമ്മൾ ഭാഗ്യവതി എന്ന് കർത്താവ് എന്നെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്താ കാര്യം? കർത്താവ് കുറ്റം ചുമത്താത്ത ഒരാളാണ് അമ്മ. അപ്പം നിങ്ങളോർക്കും നിങ്ങളെയും കർത്താവ് കുറ്റം ചുമത്തല്ലേ, എന്നെയും ചുമത്തത്തില്ലായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. എന്ത് വകുപ്പിലാണ്? ഉടമ്പടി തെറ്റിച്ചത് കൊണ്ടൊന്നുമല്ല. പാലം കയറുവോളം നാരായണ. പാലം കയറി കഴിഞ്ഞ് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പാലം കയറുവോളം നാരായണ. ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, എന്ത് വേണം ചെയ്യാൻ തയ്യാറാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കാട്ടാളത്തിയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളുമായി കർത്താവ് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ കർത്താവിന് ഉള്ള ക്ഷമ പോകും. എന്താ കാര്യം? നമ്മൾ വീണ്ടും പഴയ വ്യക്തികളായി മാറും. എന്താ പഴയ വ്യക്തികളെന്ന് പറഞ്ഞാൽ? അർത്ഥമായി കൂപ്പ് തേക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, രോഗികളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല, ആശുപത്രിയിൽ പോകത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ കർത്താവിനറിയാം, ചുമ്മാ ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇവളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവൾ പഴയ ആളായി മാറും. എന്താ കാര്യം? നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കാണിക്കുകയാണ്. നമ്മളിപ്പോൾ ബൈക്കിൽ പോവുകയാണ്, ഉടനെ ലിഫ്റ്റ് കാണിച്ച് അവർ തിരക്കായ കൊണ്ട് ചിലപ്പോൾ അവിടെ തന്തക്ക് വായി കുടിക്കാൻ മേടിക്കാൻ പോവുകയായിരിക്കും. ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടിയെ കയറ്റിയില്ല. അതോടുകൂടി നമ്മൾ ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ട്,
വായിക്കണമെന്ന്, ഡ്യൂക്ക് തന്നെ വായിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. പണിയായില്ലേ? എന്തിനാണ്? അവനെ കാണിക്കാൻ വേണ്ടി. അവൻ്റെ അടുത്ത് പത്രാസ് കാണിക്കാൻ, പത്രാസല്ലേ അതിനു വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അത് നീ വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, നീയും അത് തന്നെ ചെയ്യും. നിന്നെ ബൈക്കൊക്കെ കയറ്റാത്ത കണ്ട് നീയും ഇനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കയറ്റത്തില്ല. ഇത് കർത്താവിന് അറിയാം. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ ആ പഴയ ആളായിട്ട് മാറിയിട്ട് പ്രതികാരമോ അതുപോലെ അതുപോലുള്ള ലോകത്താരുടെ നടപടിക്രമം എടുക്കുമെങ്കിൽ കർത്താവ് കുറ്റം ചുമത്തും നിങ്ങളാണ്. അവിടെ വിഷയം അതാണ്. 8:4 പറയണത്, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനെന്ന്. കർത്താവ് 4:8 കർത്താവ് കുറ്റം ചുമത്താത്തത്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ മർമ്മമാണത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ നിന്ന് അനുഗ്രഹം തുടങ്ങും കർത്താവ്. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയ ഞാൻ വീണ്ടും എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ കൂട്ടത്തിൽ കൊച്ചാക്കിയവരുണ്ട്, എന്നെ കളിയാക്കിയവരുണ്ട്. ചെറിയ ആൾക്കാർ പ്രസവിക്കാൻ നടക്കണേ എന്തിനാണെന്നറിയാവോ? അവർക്ക് പ്രസവിച്ച് മക്കളെ കിട്ടാൻ വേണ്ടിയല്ല, അവരെ മച്ചിയെന്ന് വിളിച്ചവർക്ക് 2 പറയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവരെ ഈ ചിലപ്പോൾ മച്ചിയെന്നൊക്കെ വിളിക്കുമല്ല, അങ്ങനെ വിളിക്കും അങ്ങനെ. അപ്പോൾ അവരെ കരുതിക്കൂട്ടി വെച്ചേക്കാണ്. സ്വന്തം ഭർത്താവല്ലെങ്കിൽ ശരി, വേറെ ആരാലും ശരി, മക്കളുണ്ടായിട്ട് കാര്യമെന്ന് പറയും. അങ്ങനെ മനുഷ്യാരൂപി ഇങ്ങനെ കയറി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ 5:23 ലെവൽ കണ്ടില്ലേ? മത്തായി 5:23 വായിച്ചേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ